നമുക്കിന്ന് ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാം. പൊറോട്ട, നാൻ, ബട്ടൂര ഇതിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത്. ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി 1/2 കിലോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് കഴുകി വെള്ളം വാരാൻ വെച്ചതാണിത്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ നീര് ഏകദേശം 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണോളം തൈര്. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയിൽ നന്നായി പുരട്ടി കൊടുത്ത് നമുക്കിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കണം. ഇത് കറി ഉണ്ടാക്കാനായതുകൊണ്ട് 1 മണിക്കൂർ വെച്ചാൽ മതി. അതല്ലാതെ നമ്മൾ ടിക്കയായിട്ട് തന്നെ കഴിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇതിങ്ങനെ മസാല പുരട്ടി വെക്കണം. ഇതിപ്പോൾ നമ്മളിന്ന് ചിക്കൻ ടിക്ക മസാലയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 1 മണിക്കൂറൊക്കെ വെക്കുന്നുള്ളൂ. കറിയാവുമ്പോൾ നമുക്ക് അത്രയും വെച്ചാൽ മതിയാവും. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ടിക്ക ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മുകളിൽ ലിങ്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഓവനിലും ടിക്ക ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയിട്ടും ചെയ്യാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഒരു ക്യാപ്സിക്കവും 1 തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞ ക്യാപ്സിക്കമാണ്. നിങ്ങൾക്ക് ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും എടുക്കാം. ഗ്രീനോ റെഡോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിനി നമ്മൾ നേരത്തെ ചിക്കൻ പുരട്ടി ബാക്കിയുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ആ ഫ്രൈങ് പാനിലിട്ട് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി ഇതിങ്ങനെ മസാല പുരട്ടി മാറ്റി വെക്കാം. ഈ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ ചിക്കനും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മറ്റേ സൈഡ് കൂടി ഫ്രൈ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും തീ കൂട്ടിക്കഴിഞ്ഞാൽ. പിന്നെ തീരെ ലോ സ്പീഡിൽ വെച്ച് കഴിഞ്ഞാലും ചിക്കൻ വേവാൻ കുറേ ടൈം അധികം എടുക്കും. ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഇനി ഈ ഫ്രൈങ് പാനിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച വെജിറ്റബിൾസ് ഇട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. വെജിറ്റബിൾസ് ഫ്രൈ ആവാൻ കൂടുതൽ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. വെജിറ്റബിൾസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ടിക്ക മസാലയിൽ വെജിറ്റബിൾസ് ഇല്ലാതെയും ഉണ്ടാക്കാം, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി. വെജിറ്റബിൾസ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കണം, വലുതാണെങ്കിൽ 1 മതി. ഇതിലേക്ക് ഞാൻ 5 കാഷ്യൂനട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുതിർത്തിട്ടൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഞാനിതിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്കായ് ഇത്രയും ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ജീരകം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ സവാള ആയതുകൊണ്ടാണ് 1 എടുത്തത്. ചെറുതാണെങ്കിൽ 2 എടുക്കണം. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നത്രയും പൊടിയായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് പേസ്റ്റാക്കി എടുത്താലും മതി. നമ്മളിത് കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഉള്ളിയുടെ ഒരു കടി ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കാം.
ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റാം. ഉള്ളിയുടെ കളറ് നന്നായി മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണിത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ച തക്കാളി കാഷ്യൂനട്ട് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളം കുറവാണെങ്കിൽ അല്പം കൂടി വെള്ളം ചേർക്കണം. ഞാൻ ഈ മിക്സിയുടെ ജാറിൽ തന്നെ അല്പം വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തിളക്കുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വേവണം. അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് ഒരു 10-12 മിനിറ്റെങ്കിലും മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇതിങ്ങനെ വേവട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മണം വരാൻ തുടങ്ങി. ഇനി കറിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ടിക്ക ഇട്ട് കൊടുക്കാം. ടിക്ക ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച വെജിറ്റബിൾ ടിക്കയും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നുകൂടി അടച്ചു വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഈ ചിക്കനും വെജിറ്റബിൾസും ഈ മസാലയിൽ കിടന്ന് വേവണം. വീണ്ടും അടച്ചു വെക്കാം. അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ചിക്കനും വെജിറ്റബിൾസും ഒക്കെ മസാലയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കറി നല്ല പാകമായിട്ടുണ്ട്. കറി ഇതുപോലെ കുറുകിയിട്ട് തന്നെ ഇരിക്കണം. ഇത് ലൂസായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, അതും അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ക്രീം ഇഷ്ടമല്ലാത്തവർക്ക് തക്കാളി അരക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കാഷ്യൂനട്ട്സ് ചേർത്താൽ മതി. നമ്മൾ 5 എണ്ണം ചേർത്തില്ല. അതിന് പകരം ഒരു 10-15 ചേർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ക്രീം ഒഴിവാക്കാം ഇഷ്ടമല്ലാത്തവർക്ക്. ഇതിലേക്ക് ഞാൻ 2-3 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ തീ ഓഫാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്